അറിയില്ലയോ? അറിയാത്തോണ്ട് ചോദിക്കുക. ഓരോരുത്തർ അവരവരുടെ ഭർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നത്. അന്നമ്മ ചേട്ടത്തി തന്നെ വീട്ടിൽ എന്തെല്ലാം സ്നേഹപ്രകടനം കാണിക്കുന്നല്ലയോ? അതുപോലെ ഓരോ സ്നേഹപ്രകടനം കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ഭർത്താവിനെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങാർക്ക് എന്തോ എല്ലാ കാര്യത്തിലും എൻ്റെ അടുത്ത് കുറ്റവാ. ഇപ്പൊ അങ്ങാർ എന്നോട് പറയുക, നിനക്ക് സ്നേഹമില്ല, പ്രകടനം മാത്രമേ ഉള്ളെന്ന്. ഞാൻ എന്തോ ചെയ്യാൻ നോക്കും? എനിക്ക് എന്റെ ജീവിതം എനിക്ക് മടുത്തു. അതാ വരുന്നത്. രജനി, എന്തുവാ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 6 വർഷമായി. 6 വർഷമായി. ഇതിനിടയ്ക്ക് നിന്റെ സ്വർണം കൊണ്ട് ഞാൻ പണയം വെക്കുകയോ വിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. നിന്റെ വീട്ടുകാർ എന്തെങ്കിലും ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിന്റെ ഏതെങ്കിലും ആഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇതിനൊക്കെ യൂട്യൂബ് നോക്കി ഓരോന്നും ഉണ്ടാക്കി തന്നിട്ട് എന്നെ കക്കൂസി തുറക്കാൻ പറ്റുന്ന അവസ്ഥയാക്കി? സ്നേഹം കൊണ്ടല്ലയോ? സ്നേഹം കൊണ്ട് വയറിളക്കാണ് ചെയ്യുന്ന നാട്ടുകാരിലെ കൂടെ. ചേട്ടാ, എന്റെ കൂട്ടുകാരികൾ ഓരോരുത്തർ യൂട്യൂബ് നോക്കി എന്തെല്ലാം സാധനം ഉണ്ടാക്കി അവരുടെ ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നു. അവർക്കാർക്കും ഒരു പ്രശ്നമില്ലല്ലോ. അവളുമാർക്ക് നമ്മളവരെ കെട്ടിയമാരെ വേണ്ടായിരിക്കും. പക്ഷെ നിനക്ക് അങ്ങനെയാണോ? എന്റെ വേണ്ടേ? അങ്ങനെയാണ്. ഇനി ഞാൻ അടുക്കള കേറുന്നുമില്ല, ഒരു സാധനവും ഞാൻ ഉണ്ടാക്കുന്നുമില്ല. അല്ല, ഇത് പറഞ്ഞിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? നീ സന്തോഷം മുഖത്ത് കാണിച്ചിട്ട് വേണം ലഡുവോ പായസം ഉണ്ടാക്കി ചോര ഛർദിപ്പിക്കാനായിട്ട്. ചേട്ടാ, നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒട്ടനെ അങ്ങ് സക്സസ് ആവത്തില്ല. പതുക്കെ പതുക്കെ ഓരോ പരീക്ഷണങ്ങൾ നടത്തിയാണ് നമ്മൾ സക്സസ് ആവുന്നത്. ശരി, പുള്ളി നൈറ്റിട്ട സയന്റിസ്റ്റ്. നാളെ പ്രോഗ്രാമിന് കമ്മിറ്റി കയറി ഞാൻ എന്താ പറയും? ഹലോ ഹലോ, പറയട്ടെ. ക്ലാർനെറ്റ് വായിക്കുന്ന ശക്തനല്ലേ? ശക്തിയൊന്നും ഇപ്പൊ ഇല്ല, പറഞ്ഞോ. ശക്ത, ഞാൻ വിളിച്ചതേ ഇവിടെ പള്ളി കമ്മിറ്റിക്കാരും കരക്കാരും തമ്മിൽ ചെറിയൊരു തർക്കം. എന്തോ തർക്കം? ശക്തൻ വായിക്കുന്ന ക്ലാർനെറ്റിൽ ഇപ്പോഴും പഴയ പാട്ടാണ് വായിക്കുന്നതെന്ന് പള്ളിക്കാര്. അല്ലല്ല, പുതിയ പാട്ടാണെന്ന് കരക്കാര്. അപ്പൊ ലൗഡ് സ്പീക്കർ ഇട്ട് വെച്ചേക്കാം. ശക്തൻ ഒന്ന് പാടിത്തരുവോ? പാടിത്തരാം. അതിനു മുമ്പേ ഇന്ന് പരിപാടിക്ക് വരുമ്പോ അവിടെ സോഡ വേണ്ട, പിന്നെ 2 പെട്ടി ORS ലായനി മതി. അപ്പൊ ഇപ്പൊ എന്താ വേണമെന്ന് പറഞ്ഞത്? പാട്ടൊന്ന് പാടിത്തരുവോ ആ ക്ലാർനെറ്റ് വെച്ചിട്ട്? അയ്യോ, സാറേ, 1 മിനിറ്റ് സാറേ, ഇപ്പൊ വരും. ഒരു 5 മിനിറ്റ് സാറേ, ഒരു അത്യാവശ്യ പ്രശ്നം. ഇപ്പൊ തിരിച്ചു വിളിക്കാം കേട്ടോ. ഇപ്പൊ തിരിച്ചു വിളിക്കാം, ഇപ്പൊ വരും. എന്റെ ദൈവമേ, ഓരോരോ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നു. ഇത്ര പെട്ടെന്ന് വന്നു. ലൂസ് മോഷനും സ്ലോ മോഷനും പോ അറിഞ്ഞൂടാ. അയ്യോ, എന്തെങ്കിലും ചെയ്തതാടി. അതെ, നമുക്ക് ആശുപത്രി പോയാലോ ചേട്ടാ? ഹോസ്പിറ്റലിൽ പോവാം. നിങ്ങളെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യ്. ഞാൻ പറഞ്ഞതാ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ. നിങ്ങൾ കേട്ടില്ലല്ലോ. ആംബുലൻസിനെ വിളിക്കട്ടെ. ഹലോ ഹലോ, ആംബുലൻസ് അല്ലേ? അതെ അതെ, നമ്മുടെ ഈ സുഭാഷ് ലൈനിന്റെ അടുത്തേ. സുഭാഷിന്റെ ലൈന്? സുഭാഷിന്റെ ലൈനല്ല, സുഭാഷ് ലൈനിന്റെ അടുത്തു നാം വളവ് തിരിയുമ്പോ 8ാമത് കാണുന്ന ഒരു വീടുണ്ട്. അവിടെ മുറ്റത്തിറങ്ങി ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി നിപ്പുണ്ട്. ആ വീടിന്റെ അടയാളം. അവിടെ ഒരു ചെറിയൊരു എമർജൻസി ഉണ്ടോന്ന് വരാമോ? ശരി ശരി, വിളിച്ചു ഇപ്പൊ വരും. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാനുള്ളൊരു കൊതി കൊണ്ട് ഞാൻ ചോദിക്കുക, എനിക്ക് എന്താ ഉണ്ടാക്കി തന്നെ? ചിക്കൻ ചതച്ചത്. ഇത് ചിക്കൻ ചതച്ചതല്ല, ചിക്കൻ ചതിച്ചത്. ചേട്ടാ, ഞാനേ അങ്ങനെയാണെങ്കിൽ പോയി ഇച്ചിരി കട്ടൻ ചായക്കകത്ത് നാരങ്ങ പിഴിഞ്ഞോണ്ട് തരട്ടെ? ഞാൻ ചോര ഛർദിച്ച് ചാവാനാ. പച്ച ഉലുവ ചതച്ച് പിഴിഞ്ഞുകൊണ്ട് തരട്ടെ? എന്നെ കൊണ്ട് പച്ച തെറി വിളിപ്പിക്കരുത്. അത്ര ഉറക്കെ പറയണ്ടായിരുന്നു. അല്ല, ആംബുലൻസ് എവിടെ? ആംബുലൻസ് പുറത്തുണ്ട്. ഇത് വണ്ടി ഓടിച്ചതിന്റെ ഹാങ് ഓവർ. അത് നോക്കണ്ട, അത് വിട്ടേ. ആര് ആംബുലൻസിനെ വിളിച്ചാരാ? അടയാളം പറയുമ്പോ കൃത്യമായിട്ട് പറയണം. സുന്ദരിയായ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞ എവിടെ? അതവിടെ നിൽക്കട്ടെ. പിന്നെ എത്ര മിനിറ്റ് മുമ്പാ വിളിച്ചത്? 10 മിനിറ്റ്. ഇപ്പൊ എത്ര മിനിറ്റ് ആയി? 8 മിനിറ്റ്. അതാണ് ഞാൻ 10 മിനിറ്റ് വിളിച്ചു കഴിഞ്ഞാൽ 8 മിനിറ്റ് മുമ്പ് എത്തും. അതാണ് ഈ പറക്കും തേജസ്. അറിയാമോ? പറക്കും തേജസ് ഞാനാണ്. പിന്നെ എനിക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഞാൻ ഒരു ആംബുലൻസ് ഡ്രൈവർ മാത്രമല്ല, നേഴ്സ് കൂടിയാണ്. രണ്ടും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കേസുകളാണ് ഞാൻ ഇവിടെ വെച്ച് തീർക്കും. വലുതാണെങ്കിൽ മാത്രമേ ആശുപത്രിയിലോട്ട് എടുക്കുള്ളൂ. പിന്നെ എന്റെ വണ്ടി പുതിയ വണ്ടിയാണ്, കന്നി ഓട്ടോ ആണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വണ്ടിക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്സിജൻ സിലിണ്ടർ, സ്ട്രെച്ചർ, പോരാത്തിന് നമ്മുടെ AC. ബാത്റൂം ഉണ്ടാവോ? കാരവാൻ അല്ല, അത് ആംബുലൻസ് ആണ്. അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് അതായിരുന്നു. ഓ, അതാണ്. ഒരു മിനിറ്റ്. ഹലോ ഹലോ, എത്തിക്കാം.
20 മിനിറ്റിന്റെ കേസല്ലേ ഉള്ളൂ. എത്തിക്കാം. ഓക്കെ. അതെന്നെ പരിപാടിയായി കാണിക്കുന്നേ. എന്താ? ആദ്യം ആംബുലൻസ് വിളിച്ചത് ഞങ്ങളാ. ഇപ്പൊ നിങ്ങൾ എത്തിക്കാന്ന് പറഞ്ഞ അങ്ങോട്ട് പോയാ? അയ്യോ, ഇത് ഓട്ടം വന്നല്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് സൊമാറ്റോ ഓടാൻ പോകും. അതുകൊണ്ട് അപ്പൊ ഈ പോകുന്ന വഴിക്ക് ഒരു പാഴ്സൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കൊടുത്തിട്ട് അതിലങ്ങ് പോകാമല്ലോ. വേറൊന്നുമല്ല, 3 പൊറോട്ട, ഒരു ചിക്കൻ ചതച്ചത്. ഒരു ചിക്കൻ ചതച്ച, അത്രേ ഉള്ളൂ. അത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അയ്യോ, അത് ഇവിടെ കൊടുത്തതാ ഇപ്പൊ പ്രശ്നം. എന്റെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് കേൾക്കാമോ? ഞാൻ നിങ്ങളുടെ കൂടെ. ഞാൻ നിങ്ങളുടെ കൂടെ, അതെന്റെ ക്യാപ്ഷനാണ്. എന്റെ ജോലിയുള്ള സിൻസിയറിറ്റി ഉണ്ട്, ഞാൻ തന്നെ ഇട്ട ക്യാപ്ഷനാണ്. അതൊക്കെ പോയിട്ട് പേഷ്യന്റ് എവിടെ? ഇപ്പൊ വരും. അയ്യോ, ഞാനേ എവളുണ്ടല്ലോ, ഇവള് എന്റെ ഭാര്യ. ഇവള് പുറത്തുനിന്ന് എന്തോ ആഹാരം കഴിച്ചതാ. അകത്തുനിന്നാ കഴിച്ചത്. പുറത്തു പോയി കഴിക്കുന്നത് അകത്തേക്കാണല്ലോ പോകുന്നത്. അതാ പറഞ്ഞത്. അതല്ല, ഇവിടെ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ജംഗ്ഷനിലുള്ള കട എന്തോ വാങ്ങിച്ച് കഴിച്ചതാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കഴിച്ചതോ കഴിച്ചു നാട്ടുകാരെ അറിയിക്കുന്ന എന്തോത്തിനാ, അതങ്ങ് പൊതിഞ്ഞങ്ങ് പറഞ്ഞാ മതി. എന്റെ തലയിലോട്ട് വരാനോ? ഇപ്പൊ വരാവേ. അല്ല, നമ്മളെ ആ വണ്ടി കൊണ്ട് പോകുന്നതിന് മുമ്പേ ടെൻഷൻ ഉണ്ടോ? അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ടെൻഷൻ ഉണ്ടോന്നല്ല ചോദിച്ചത്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. പിന്നെ ഉണ്ട്. ടെൻഷൻ അടിക്കണ്ട. ആംബുലൻസ് നമ്മൾ ഒരിക്കലും പേടിക്കരുത്. ഇല്ല. സാധാരണ വണ്ടിയാണ്. ശ്വാസം ഒന്ന് മേലോട്ട് എടുത്തേ. എടുക്ക. ഹോൾഡ്. പതുക്കെ വിട്. ഒന്നാലും വിടൂല. പതുക്കെ വിട്. ശരിയാവൂല. പതുക്കെ ശ്വാസം വിട്. ശരി. എന്താ സംഭവം? എന്താ സംഭവിച്ചെന്ന് പറ. സംഭവം എന്ന് വെച്ചാ, എന്റെ ഭാര്യ ഉണ്ടല്ലോ, അതായത് ഞാനും എന്റെ ഭാര്യയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഞങ്ങളുടേത്. അതിന്റെ ഇടയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. അതിഥിയുടെ പേര് ചിക്കൻ ചതച്ചത്. ജോർജ് കുട്ടി ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? ജോർജ് കുട്ടിക്ക് 3 പാർട്ടുണ്ട്. എന്നെ കൊണ്ട് ഒരു പാർട്ട് പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ. റിലാക്സ് ആവിയോട്ടെ, എല്ലാം ശരിയാവും. ആദ്യമായിട്ട് ആംബുലൻസ് ആയിട്ട് ഒരു വീട്ടിൽ പോകുമ്പോ വെള്ളം തരുന്നത്. സാധാരണ നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ആളെ കയറ്റി തിരിച്ചൊക്കെ പോകും. ആരും തരൂല. മര്യാദ ഉള്ള കുടുംബം. ദൈവദോഷം പറയരുത്. ഉഗ്രം വെള്ളം. ഇതെന്തോ ഇത് പാഷൻ ഫ്രൂട്ട് തൊലി ചെത്തി ജ്യൂസ് ആക്കിയത്. വെറൈറ്റി സാധനം. ഭാഗ്യവാനെ, ഭാഗ്യമുള്ള ഒരാളെ. അതെ, റിലാക്സ് ചെയ്യ് ചേട്ടാ, റിലാക്സ് ചെയ്യ്. അത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ ആംബുലൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി പൈസ ആവോ? പിന്നെ ഒത്തിരി പൈസ ആവൂലേ. 1500 രൂപ ആംബുലൻസിന്റെ പൈസ കൊടുക്കണം. 1500 എന്റെ സർവീസ് ചാർജ്, മൊത്തം 3000 രൂപ. അപ്പൊ ഈ സാധാരണക്കാരത് എങ്ങനെ ഉപയോഗിക്കും? സാധാരണക്കാരോട് ഞാൻ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം തന്നതിന്റെ പുറത്ത് പറയുന്നില്ല, ഉള്ള സ്നേഹം കൊണ്ട് പറയുന്ന. നമ്മളെ വീട്ടിൽ എപ്പോഴും ഒരു വണ്ടി ഉള്ളത് നല്ലതാ, ഒരു കാർ. കാര്യം ഇപ്പൊ നമുക്കിപ്പോ ഓടിക്കാൻ പറ്റില്ലെങ്കിലും അപ്പുറം ഇപ്പുറം ഓടിക്കുന്ന ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ടുപോകൂലേ. ഡ്രൈവിംഗ് ക്ലാസ് മതിയാക്കി ആശുപത്രി കൊണ്ടുപോകും. ആംബുലൻസ് വെയിറ്റ് ചെയ്യണം. ആംബുലൻസ് വാ. ആശുപത്രി പോ. ഒരു മിനിറ്റ്. നിങ്ങളുടെ ബാത്റൂം ക്ലീൻ ആണോ? നിങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യുമോ? ബാത്റൂം ക്ലീൻ ചെയ്യൂല. എനിക്ക് അത്യാവശ്യം. എവിടെ ബാത്റൂം? അവിടെ. എന്തിനാണ് അവന് കലക്കി കൊടുത്തത്? വീട്ടുകാരനെ കൊല്ലാൻ നോക്കി, നാട്ടുകാരോട് കൊല്ലാൻ നോക്കാണോ നീ? സീരിയൽ കില്ലറാണോടി? കടലക്കറി കഴിച്ചിട്ടായിരിക്കും രാവിലെ വന്നത്. കടലക്കറിയാ? സോറി, എനിക്ക് അങ്ങനെ സംഭവിക്കുന്നതല്ല. എന്നാലും പറ്റിപ്പോയി. കുഴപ്പമില്ല. വാ. ജ്യൂസ് ഉഗ്ര ജ്യൂസാണ് കിടക്കാൻ. വിട്. നടക്കൂല. ഇവിടെ പോയി ബാത്റൂമിൽ പോയി. അപ്പൊ ഒന്ന് വരുമോ? ഒന്ന് പെട്ടെന്ന് ഇറങ്ങോ. ഇപ്പൊ ഇറങ്ങാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വാശി കാണിക്കേണ്ട സമയമല്ലേ ഇത്. എന്റെ സ്വന്തം ബാത്റൂമിൽ എനിക്ക് ഇഷ്ടമുള്ള കിടക്കുന്നത് ചിണങ്ങാതെ ഒന്ന് ഇറങ്ങി വാ. ഒരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറ്. ഒന്ന് ഇറങ്ങണം. പത്രം വല്ലതും ഇരിപ്പുണ്ടോ? എന്തിനാ? എനിക്ക് എന്തെങ്കിലും ഇരിക്കുമ്പോ വായിക്കണം. എനിക്ക് തൃപ്തി ആയിട്ടില്ല. പിന്നെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പറയുക. പക്ഷെ ഈ അവസ്ഥ എന്ന് പറഞ്ഞാണല്ലോ വല്ലാത്തൊരു പ്രസംഗം നടത്താൻ മാറാ ഒരു അവസ്ഥ. അയ്യോ, ആശുപത്രി പോകാൻ ചേട്ടാ. ശരിയാവും. മിണ്ടലടി കൊലപാതകി.
നീ യൂട്യൂബ് നോക്കി ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോടി? എന്തോന്ന് ചേട്ടാ ഇത്? ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ ആ പോയി ചെറുക്കനെ കാണുന്നില്ല. ഇതാ വരുന്നു. കറങ്ങാറായോ? അയ്യോ കുഴപ്പമില്ല. പോയോ ഒരു കുഴപ്പമില്ല. അതെ, നമുക്ക് ആശുപത്രിയിലോട്ട് അങ്ങ് പോയാലോ? ആശുപത്രിയിൽ പോയി എനിക്ക് വയ്യ. അല്ല എന്നെ കൊണ്ട് പോണം. എന്നെ കൊണ്ട് പോണം. നിന്നെ കൊണ്ട് പോണമെന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ കാല് പിടിക്കും. നീ കാല് പിടിച്ചിട്ട് കാര്യമില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റണ്ട. അല്ല നമുക്ക് ആശുപത്രി പോണ്ടേ? ഓ എനിക്കറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും ചെയ്യ്. വഴിയുണ്ട് വഴിയുണ്ട് വഴിയുണ്ട്. അയ്യോ സന്തോഷേ സന്തോഷേ എവിടാ? ലൊക്കേഷൻ ലൊക്കേഷൻ ആ ലൊക്കേഷനിലോട്ട് വാ. ഞാനും ഒരു പാവപ്പെട്ടവനും ഒരു യൂട്യൂബ് അമ്മച്ചി ഇവിടെ ഉണ്ട്. ഒന്ന് ആശുപത്രി കൊണ്ടുപോകും. ആ ശരി ശരി. ഞാനിപ്പോ വരാവേ. എവിടെ പോണേ? അല്ല വരുന്ന ഒരു ഗ്ലാസ് ജ്യൂസ് എങ്കിലും കൊടുക്കണം. എന്നാ ദൈവമേ